വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് കൊമേഴ്സ് കമ്പാനിയൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ വരുന്ന സെക്കൻഡ് മൊഡ്യൂളാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അതിൽ വരുന്ന പോർഷനാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 6th സെമ്മിൻ്റെ ഓഡിറ്റിങ്ങിൻ്റെ ഒക്കെ വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഞാനതിന് ഓഡിറ്റിംഗ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് ലിങ്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, അതിൻ്റെ മീനിങ്, ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റ് കോസ്റ്റ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റിംഗ് പ്രൊസീജിയർ, ദെൻ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു കോസ്റ്റിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. മെയിൻലി നമ്മുടെ ആ ഒരു കോസ്റ്റിങ്ങിൻ്റെ മെത്തേഡുകളെ രണ്ടായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് എന്നും അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും. സ്പെസിഫിക് ഓർഡർ കോസ്റ്റിംഗ് ആണ് കഴിഞ്ഞ വീഡിയോസിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിലാണ് നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യുന്നത്, അതിൻ്റെ സെക്കൻഡ് മെത്തേഡായിട്ടുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്തൊക്കെയാണ് അതിൽ വരുന്നതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ തൊട്ടാണ് നോക്കുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് സർവീസ് കോസ്റ്റിംഗ്. അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഇത് മെയിൻലി എന്താണ്, ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൻ്റെ കോസ്റ്റ് അസെറ്റൈൻ ചെയ്യുന്നത്. ഈ കോസ്റ്റ് എങ്ങനെയാണ് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അത് കണ്ടുപിടിക്കണം, അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ മെയിനായിട്ട് വരിക. അപ്പോൾ ഇതിനകത്ത് സാധാരണ രീതിയിൽ വരുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് എല്ലാം ഈ ഒരു കോസ്റ്റിങ്ങിൻ്റെ കീഴിലാണ് വരിക. അതായത് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻസ്, വാട്ടർ സപ്ലൈ കമ്പനീസ്, ഇലക്ട്രിസിറ്റി ജനറേറ്റിംഗ് കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സിനിമ ഹൗസസ്, ഇങ്ങനെ സാധാരണ രീതിയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ കീഴിലാണ് വരിക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് വരുന്നത്. ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന് എത്രമാത്രം കോസ്റ്റ് വരും, അതിൻ്റെ ആ ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് അസെറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മ്യൂച്വലി വരുന്ന എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പോർച്ച്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോർച്ച്മെൻറ്റിൻ്റെ ഒരു ബേസായിട്ട് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ഫിക്സേഷന് ഒരു കോസ്റ്റ് ഇൻഫോർമേഷൻ, നമുക്ക് പല ഒരു കാര്യത്തിൻ്റെ, ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യണമെങ്കിൽ പല കാര്യങ്ങൾ ആവശ്യമുണ്ട്. സോ അതിനെ സംബന്ധിക്കുന്ന കോസ്റ്റ് ഇൻഫോർമേഷൻസ് എല്ലാം ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിനെ, മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അതുപോലെ തന്നെ കോസ്റ്റ് ഒരു പരിധിയിൽ കവിഞ്ഞു പോകാതെ അതിൻ്റെ ഒരു കോസ്റ്റ് കൺട്രോളിങ്ങിന് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വേസ്റ്റേജ് മാക്സിമം റിഡ്യൂസ് ചെയ്യാനും ആ ഒരു വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എഫിഷ്യൻസി, എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ് ഓരോ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ആ ഒരു എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതിനും നമ്മുടെ ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് സഹായിക്കുന്നുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് യൂണിറ്റ് കോസ്റ്റ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. സാധാരണ രീതിയിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ ഉപയോഗിക്കാറുള്ളത് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു കോമ്പോസിറ്റ് യൂണിറ്റ് ആണ്. നിങ്ങൾ ആദ്യം തന്നെ ആ ഒരു കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും എഴുതി കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ഒരു പ്രോബ്ലത്തിൻ്റെ അവസാനം നമ്മൾ എന്ത് ചെയ്യും, ഇത് ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നൊക്കെ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ പല സർവീസുകളുണ്ട്. അപ്പോൾ ഓരോ സർവീസിലും ഏത് രീതിയിലാണ് അതിൻ്റെ ആ ഒരു കോസ്റ്റ് യൂണിറ്റ് കാണിക്കുന്നതെന്നാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. അതായത് പറയാണ്, പാസഞ്ചറാണ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയായിരിക്കും കാണിക്കുക, പാസഞ്ചർ കിലോമീറ്ററിലായിരിക്കും. അതിൻ്റെ തന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റിൽ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, പെർ പാസഞ്ചർ, ഒരു പാസഞ്ചർ എന്നുള്ള രീതിയിലായിരിക്കും പറയാം. ഇനി ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ടൺ കിലോമീറ്റർ ആണ് പറയാം. ഇനി അതുപോലെ തന്നെ സിമ്പിളായിട്ട് അതിനെ പറയുമ്പോൾ പെർ ടൺ എന്ന് പറയും.
ദെൻ അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ, ഹോസ്പിറ്റലിൻ്റെ, സിനിമയുടെ, ഇലക്ട്രിസിറ്റിയുടെ എല്ലാത്തിൻ്റെയും എല്ലാ അണ്ടർടേക്കിങ്ങുകളുടെയും നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ആ ഒരു കോസ്റ്റ് യൂണിറ്റാണ് ആ ഒരു ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്നുള്ളത്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റിങ്ങിൽ വരുന്ന അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് അതിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ എന്താണ് ആ ഒരു കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അതിൻ്റെ അസൈൻമെൻ്റ് ആണ്. നമുക്കൊരു ട്രാൻസ്പോർട്ടിങ് അണ്ടർടേക്കിങ്ങിൽ എന്താണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടി വരിക ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അസർട്ടൈൻ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഒരു ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിങ്സ് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. ട്രാൻസ്പോർട്ട് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ് റോഡ് വരും, റെയിൽവേ, വാട്ടർ, എയർ ട്രാൻസ്പോർട്ട്, എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടും ഈ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ ഒരു റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്, പാസഞ്ചർ ട്രാൻസ്പോർട്ടും അതുപോലെ തന്നെ ഗുഡ്സും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടി ചേരുന്നതാണ് എന്ത് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. അപ്പോൾ അതിന് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടിന് വരുന്ന ആ ഒരു കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ സെറ്റൈൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് നമുക്കിപ്പോൾ ഒരു പാസഞ്ചർ ക്യാരി ഔട്ട് ആ ഒരു പാസഞ്ചർ നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എത്രമാത്രം ഫീസ് അയാൾക്ക് ഈടാക്കണം, അതായത് എത്ര ഫെയർ വരും എന്നുള്ളത് അത് ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ വേറെ വരുന്നൊരു കാര്യമാണ് ഇപ്പോൾ ടിക്കറ്റിൻ്റെയൊക്കെ ഫെയർ ആണ് അതിൽ ഉദ്ദേശിക്കുക. ദെൻ അതുപോലെ തന്നെ ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ എൻക്വയറീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടി വരുന്നതായിട്ടുള്ള കൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കൊട്ടേഷൻസൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു അപ്രോപ്രിയേറ്റ് ഉള്ള ഡാറ്റ ഈ ഒരു കോസ്റ്റിംഗ് വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാനായിട്ട് പല പല വെഹിക്കിൾസിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഏതാണ് കൂടുതൽ നമുക്ക് ഗുണകരമായിട്ടുള്ളത്, ഏതാണ് ബെറ്റർ എന്നുള്ളതൊക്കെ ഒരു മാനേജറിയൽ ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് എങ്ങനെയൊക്കെ വരും, ആ മെയിൻ്റനൻസിൻ്റെ കൺട്രോളിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പറേഷൻ എഫിഷ്യൻസി, അതായത് ആ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് മൊത്തത്തിൽ ആ ഒരു അണ്ടർടേക്കിംഗ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് അത് എൻഷുർ ചെയ്യാനും നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് വഴി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കോസ്റ്റിംഗ് പ്രൊസീജിയർ ഇൻ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. എന്താണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നതാണ് ഇതിലെങ്ങനെയാണ് നമ്മുടെ ആ ഒരു കോസ്റ്റിങ്ങിൻ്റെ ആ ഒരു മെത്തേഡ് ഏതൊക്കെ രീതിയിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കോസ്റ്റുകളെല്ലാം ക്ലാസിഫൈ ചെയ്യും, അതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു കോസ്റ്റിനെ നമ്മൾ കളക്ട് ചെയ്യുന്നു. ദെൻ ഏതാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സർവീസ് അനുസരിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യും. ലാസ്റ്റ് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ഈ ഒരു 4 സ്റ്റെപ്പാണ് മെയിൻലി ഫോളോ ചെയ്യുന്നത്. ഇതിൽ ഓരോ സ്റ്റെപ്പ് വൈസ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്ന സ്റ്റെപ്പാണ് നമ്മൾ കോസ്റ്റുകളെ ക്ലാസിഫൈ ചെയ്യുക. മെയിൻലി നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക: ഫിക്സഡ് ചാർജസ്, സെമി വേരിയബിൾ ചാർജസ്, വേരിയബിൾ ചാർജസ്. സോ ഇതിനകത്ത് ആദ്യത്തെ എന്ന് പറയുന്നത് എന്താണ്, ഫിക്സഡ് ആണ്. ഇപ്പോൾ അതായത് നമുക്ക് ആ ഒരു വെഹിക്കിൾ ആക്ച്വലി ഓടിയിട്ടില്ലെങ്കിൽ, ആക്ച്വലി അതിൻ്റെ ആ ഒരു ഓപ്പറേഷൻ ഒന്നും നടന്നിട്ടില്ല, ട്രാൻസ്പോർട്ടേഷൻ നടന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് വരുന്ന എക്സ്പെൻസുകളാണ് എന്ത് വരിക, ഈ ഒരു ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയാം. അതായത് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന റെൻറ്റ്, ഓഫീസിൽ വരുന്ന എക്സ്പെൻസ്, റോഡ് ടാക്സ്, മാനേജറുടെ സാലറി, ഇതൊക്കെ നമ്മൾ ആ ഒരു വണ്ടി ഓടിയില്ലെങ്കിൽ പോലും കൊടുക്കേണ്ടി വരും. സോ അത്തരത്തിലുള്ള ചാർജസ് ആണ് ഫിക്സഡ് ചാർജസ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മെയിൻ്റനൻസ് ചാർജസ് അല്ലെങ്കിൽ സെമി വേരിയബിൾ ചാർജസ് എന്നൊക്കെ പറയുന്നത്. ഇതെന്താ പറയുക, ആ വെഹിക്കിൾസ് അത് ആ ഒരു റണ്ണിങ് കണ്ടീഷനിലേക്ക് എത്താൻ, അത് ഓടണ ആ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ചിലവുകളാണ് ഇതിൽ വരിക. ഇതെന്ന് പറയുന്നത് ഫിക്സഡുമാണ്, എന്നാൽ പാർഷ്യലി എന്താണ്, വേരിയബിളാണ്. റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് വരെ, ടയറും ട്യൂബൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടി വരിക, ഈ പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ചാർജസ്, കോസ്റ്റ് ഓഫ് ക്ലീനിങ്, ഇതെല്ലാമാണ് ഈ ഒരു മെയിൻ്റനൻസ് ചാർജസ് ആയിട്ട് വരിക. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് ചാർജസ് അല്ലെങ്കിൽ വേരിയബിൾ റണ്ണിങ് ചാർജസ് എന്നൊക്കെ പറയുന്നത്. അതായത് ആ ഒരു വെഹിക്കിൾ റൺ ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ റണ്ണിങ്ങുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകളാണ് ഇതിൽ വരിക. ആ ഒരു വെഹിക്കിൾ റൺ ചെയ്യുന്നത്, അതായത് കിലോമീറ്ററിൻ്റെ അളവനുസരിച്ച്, ആ കിലോമീറ്റർ കൂടുന്നതനുസരിച്ച് എന്ത് ചിലവായിരിക്കും, അതിൻ്റെ ആ ഒരു എക്സ്പെൻസ് ചിലപ്പോൾ കൂടുതലായിട്ട് വരാം.
പറയാം. അതായത് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ വരാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പെട്രോളിന് ചിലവാകുന്ന പൈസ, ഡീസലിന് ചിലവാകുന്ന പൈസ, ഇതൊക്കെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആ ഒരു എക്സ്പെൻസുകളാണ് നമ്മുടെ ആ ഒരു വേരിയബിൾ എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ വരിക. അപ്പോൾ നമ്മുടെ കോസ്റ്റുകളെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് വരുന്ന ആ ഒരു സ്റ്റെപ്പാണ് കളക്ഷൻ ഓഫ് കോസ്റ്റ്. നമുക്ക് ആ ഒരു കോസ്റ്റുകൾ നമ്മൾ എവിടെ നിന്നൊക്കെയാണ് കളക്ട് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് മെയിൻലി 3 ഡോക്യുമെൻറ്റ്സ് ആണ് യൂഷ്വലി ഉള്ളത്. വെഹിക്കിൾ രജിസ്റ്റർ, വർക്ക്ഷോപ്പ് രജിസ്റ്റർ, ഡെയിലി ലോഗ് ഷീറ്റ് എന്ന് പറയുന്ന ഈ 3 കാര്യങ്ങളാണ്. ഇതിൽ വെഹിക്കിൾ രജിസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ആ ഒരു വെഹിക്കിളുമായി സംബന്ധിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, അതെന്താണ് പർച്ചേസ് ചെയ്തത്, അതിൻ്റെ എൻജിൻ നമ്പർ എന്താണ്, കോസ്റ്റ് ഓഫ് പർച്ചേസ് എത്രയായിരുന്നു, എസ്റ്റിമേറ്റഡ് ലൈഫ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു വെഹിക്കിൾ രജിസ്റ്ററിൽ ഉണ്ടാകുക. ദെൻ വരുന്ന ഡോക്യുമെൻ്റ് ആണ് വർക്ക്ഷോപ്പ് രജിസ്റ്റർ. ഇതിനകത്ത് നമുക്ക് ആ ഒരു റിപ്പയറുമായിട്ട് മെയിൻ്റനൻസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വർക്ക്ഷോപ്പ് രജിസ്റ്ററിൽ ഉണ്ടാവുക. ദെൻ പിന്നെ വരുന്നതാണ് ഡെയിലി ലോഗ് ഷീറ്റ്. ഇതിനകത്താണ് നമുക്ക് ആ ഒരു റുട്ടീനായിട്ടുള്ള കാര്യങ്ങളെല്ലാം, എത്രമാത്രം ട്രിപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട്, എത്ര ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്, എത്രമാത്രം ഫ്യൂവലും ഓയിലൊക്കെ കൺസ്യൂം ചെയ്തിട്ടുണ്ട്, എത്ര ടൈം എടുത്തിട്ടുണ്ട്, അതിൻ്റെ മൈലേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡെയിലി ലോഗ് ഷീറ്റ്. സോ ഈ 3 ഡോക്യുമെൻറ്റുകളിൽ നിന്നാണ് നമ്മുടെ ആ ഒരു കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് സെലക്ഷൻ ഓഫ് എൻ അപ്രോപ്രിയേറ്റ് കോസ്റ്റ് യൂണിറ്റ്. ഏതാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോസ്റ്റ് യൂണിറ്റ് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഏത് കോസ്റ്റ് യൂണിറ്റ് ആണ് വേണ്ടത് അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓരോ കോസ്റ്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതിനനുസരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. ലാസ്റ്റായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റും അതിൻ്റെ ഭാഗമായി വരുന്ന പ്രോഫിറ്റും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ കോസ്റ്റുകളും നമ്മൾ എടുത്തെഴുതാണ്. അതിന് നമ്മൾ ഫിക്സഡ് കോസ്റ്റാണ് ആദ്യം റെക്കോർഡ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ സെമി വേരിയബിൾ കോസ്റ്റുകളെല്ലാം റെക്കോർഡ് ചെയ്യുന്നു. ദെൻ അതിന് ശേഷം നമ്മുടെ വേരിയബിൾ കോസ്റ്റ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് നമ്മൾ എടുത്തെഴുതിയതിന് ശേഷം 3 കോസ്റ്റുകളും, അതായത് ABC എന്ന് കൊടുത്തിരിക്കുന്ന ആ 3 കാര്യങ്ങൾ, നമ്മൾ 3 കോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു, അതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആ ഒരു ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മളുടെ ആ ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു സാധാരണ രീതിയിൽ അതിന്റെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ പോലെയൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് ഒരു ട്രാൻസ്പോർട്ട് കമ്പനീനെ സംബന്ധിക്കുന്ന. അതുപോലെ തന്നെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ കിലോമീറ്റേഴ്സും അതുപോലെ തന്നെ പാസഞ്ചർ കിലോമീറ്ററും, അതായത് യൂണിറ്റ് കോസ്റ്റ് ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് കോസ്റ്റ് യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിന്റെ ഒരു കാൽക്കുലേഷൻ ആണ് വരുന്നത്. സോ ഈ കോസ്റ്റ് യൂണിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ റണ്ണിങ് കിലോമീറ്റേഴ്സ് എത്രയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ്. സോ ടോട്ടൽ റണ്ണിങ് കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ പഠിക്കണം. ആക്ച്വൽ ഡിസ്റ്റൻസ്, അതായത് എത്ര ഡിസ്റ്റൻസ് നമ്മൾ ട്രാവൽ ചെയ്തു, 2 സൈഡ് കൂട്ടണം കേട്ടോ. അത് 2 സൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻറ്റു 2 ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡിസ്റ്റൻസ് കാണുന്നു ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ്, എത്ര ട്രിപ്പുകൾ നമ്മൾ നടത്തുന്നുണ്ട് അതിന്റെ നമ്പർ, ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്, ഇൻറ്റു നമ്പർ ഓഫ് വെഹിക്കിൾസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഏതൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ജസ്റ്റ് അപ്ലൈ ചെയ്യാൻ വളരെ വേഗത്തിൽ ചെയ്യാം. ആക്ച്വൽ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ 100 കിലോമീറ്റേഴ്സ് ഒരു സൈഡ് ട്രാവൽ ചെയ്തെന്നാണ് പറയുന്നത്. 100 കിലോമീറ്റേഴ്സ് അപ്പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു സൈഡിലേക്ക് 100 എന്ന് പറയുമ്പോൾ 2 സൈഡിലേക്കോ ഇൻറ്റു 2 ചെയ്താൽ മതിയല്ലോ.
സോ അതിനോട് ഇൻറ്റു ചെയ്യേണ്ടത് എന്താണ്? ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ട്രിപ്സ്. ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈച്ച് ബസ് ടേക്സ് 3 റൗണ്ട്സ് പെർ ഡേ. ഒരു ദിവസത്തിൽ 3 ട്രിപ്പാണ്. സോ 3 ആണ് നമ്മുടെ നമ്പർ ഓഫ് ട്രിപ്സ് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ ആണ്. ഏപ്രിൽ എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ട്? നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഏപ്രിലിനകത്ത് 30 ഡേയ്സ്, 31 ഇല്ല, 30 ഡേയ്സ് ഉള്ളൂ ഏപ്രിൽ. സോ 30 ഇൻറ്റു എന്താണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് വെഹിക്കിൾസ്. നമ്മുടെ അടുത്ത് ഇവിടെ നോക്കുകയാണെങ്കിൽ 4 വെഹിക്കിൾസ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ഓരോ ബസ്സും എത്ര ദിവസം എടുക്കും? 4 ബസ് ഉണ്ട്. അതിൽ ഓരോ ബസ്സും 3 തവണ ഒരു ദിവസം ഓടുന്നുണ്ട്. 30 ദിവസം ടോട്ടലി മന്തിലോടും എത്ര കിലോമീറ്റേഴ്സ് ഓടും? അപ്പൊ അത്രയും നമുക്ക് ഇൻഡ്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ റണ്ണിങ് കിലോമീറ്റേഴ്സ് കിട്ടും. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 72,000 കിട്ടും. അതെന്താണ്? 72,000 കിലോമീറ്റർ ആണ്. നമ്മുടെ ആദ്യം ചോദിച്ചിരിക്കുന്ന ടോട്ടൽ റണ്ണിങ് എത്ര കിലോമീറ്റർ ഓടി എന്നുള്ളതിന്റെ ടോട്ടൽ നമുക്ക് ഡിസ്റ്റൻസ് ഒക്കെ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ പെർ പാസഞ്ചർ എത്ര നമ്മൾ ട്രാവൽ ചെയ്തെന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. പാസഞ്ചർ കിലോമീറ്റർ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ പാസഞ്ചർ കിലോമീറ്റർ കാണാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എഴുതാം. ആക്ച്വൽ ഡിസ്റ്റൻസ്, അതിന് എന്താന്ന് പറയേണ്ട കാര്യമില്ല, ഡബിൾ സൈഡ് എഴുതണം കേട്ടോ. 2 സൈഡ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതണം. ആക്ച്വൽ ഡിസ്റ്റൻസ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ്. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളോട് കൂടുതൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻറ്റു സീറ്റിംഗ് കപ്പാസിറ്റി വേണം. ഈ സീറ്റിംഗ് കപ്പാസിറ്റിയും കൂടി ഈ ഒരു പാസഞ്ചർ കിലോമീറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് ഇക്വേഷൻ നോക്കാം. ആക്ച്വൽ ഡിസ്റ്റൻസ് ഇൻറ്റു നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്. അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നതാണ്. നമ്പർ ഓഫ് ഡേ ഇൻറ്റു ഇനി നമുക്ക് എന്താ വേണ്ടത്? സീറ്റിംഗ് കപ്പാസിറ്റി എത്രയുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് നോക്കാം. സീറ്റിംഗ് കപ്പാസിറ്റി അതിനോട് ഇൻഡ്യൂസ് ചെയ്യേണ്ടത് എന്താണ്? നോർമൽ പാസഞ്ചർ എത്ര പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്? ട്രാവലിംഗ് into number of vehicles. നമുക്ക് ഇവിടെ നോക്കാം. ആക്ച്വൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 100 into 2. Then അതിനോട് എന്താണ് ഇൻഡ്യൂ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ട്രിപ്സ് നമുക്കറിയാം 3 ട്രിപ്സ് ആണുള്ളത്. നമ്പർ ഓഫ് ഡേയ്സ് നമുക്കറിയാം, ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്തതാണ് 30. ഇനി നമുക്ക് നോക്കാം സീറ്റിംഗ് കപ്പാസിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി ഇൻഡു എന്താ പറഞ്ഞിരിക്കുന്നത്? നോർമൽ പാസഞ്ചർ എത്ര പേര് നോർമലി ട്രാവൽ ചെയ്യാറുണ്ട് അതുമായിട്ട് ഇൻഡ്യൂ ചെയ്താലാണ് നമുക്ക് ആ സീറ്റിംഗ് കപ്പാസിറ്റി കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോർമൽ കപ്പാസിറ്റി, അത് 50 പേർക്ക് ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്? 80% സീറ്റിംഗ് കപ്പാസിറ്റിയിലാണ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നത്? ബസ് റൺ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? 50 ഇൻറ്റു അതിന്റെ എത്രയുണ്ട്? 80%. അതേ ഇൻറ്റു എത്രയാണ്? നമ്പർ ഓഫ് വെഹിക്കിൾസ് 4 ആണ്. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുന്നു? നമ്മുടെ പാസഞ്ചർ കിലോമീറ്റർ നമുക്ക് കിട്ടും. അത് ഇൻഡ്യൂ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമുക്കത് എഴുതാം. എന്താണ്? പാസഞ്ചർ കിലോമീറ്റർ. പാസഞ്ചർ കിലോമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ആ നേരത്തെ പറഞ്ഞു പോയ തിയറി പോർഷനിൽ ഓരോന്നിന്റെ ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് വരുന്നത്, അതായത് ആ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മളുടെ അടുത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിക്കേണ്ടത് 3 കാര്യങ്ങളാണ്. സ്റ്റാൻഡിംഗ് ചാർജസ് അഥവാ ഫിക്സഡ് ചാർജസ് എന്തൊക്കെയാന്നുള്ളത് നോക്കണം. ദെൻ മെയിൻ്റെനൻസ് ചാർജസ് നമ്മൾ ഏതൊക്കെയാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ചാർജ്, അതായത് വേരിയബിൾ കോസ്റ്റ്. മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഈ 3 കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യുന്നതാണ്
നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള ട്രാൻസ്പോർട്ടേഷന്റെ ആ ഒരു കോസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പെർ കിലോമീറ്ററിനകത്ത് വരുന്ന വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. സോ പെർ കിലോമീറ്റർ, അപ്പൊ ആ ഒരു ടോട്ടൽ കോളം മാത്രം പോരാ, പെർ കിലോമീറ്റർ വാല്യൂ കൂടി നമ്മൾ ആ ഒരു കോസ്റ്റ് ഷീറ്റിൽ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. സോ നമുക്ക് എങ്ങനെയാണ് അതിന്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം എന്താ എഴുതുന്നത്, ഓപ്പറേറ്റിംഗ്, ഫുൾ എഴുതുന്നില്ല, കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 2 കോളം നമ്മൾ വരയ്ക്കണം. കാരണം എന്താണ്, ആ ഒരു പെർ യൂണിറ്റിന്റെ കോസ്റ്റ് കൂടെ, പെർ യൂണിറ്റ് കോസ്റ്റ് കൂടെ നമുക്ക് എഴുതാനായിട്ടാണ്. ഇനി നമുക്ക് മൊത്തത്തിൽ എത്ര കിലോമീറ്റർ ആണ് അതിന്റെ മൈലേജ് എന്നുള്ള ക്വസ്റ്റ്യനിലുണ്ട്. 6000 ആണ്. സോ 6000 ആണ് അതിന്റെ ടോട്ടൽ മൈലേജ്. നമ്മൾ അതൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചാർജസ് ആയിട്ട് എഴുതാം. ആദ്യത്തെ എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജസ്, അതായത് സ്റ്റാൻഡിങ് ചാർജസ് എഴുതാം. സ്റ്റാൻഡിങ് ചാർജ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതിനകത്ത് ആദ്യം തന്നിരിക്കുന്നതാണ് റോഡ് ടാക്സ്, അതുപോലെ തന്നെ ഇൻഷുറൻസ് ചാർജ്, ഗ്യാരേജ് റെന്റ്, ഡ്രൈവേഴ്സ് വേജസ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്തായാലും പേ ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോ ആ ഒരു വണ്ടി ഓടിയില്ലെങ്കിലും പേ ചെയ്യേണ്ടതാണ്. സോ അപ്പൊ നമുക്ക് അതാണ് സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ട് വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, റോഡ് ടാക്സ് വരുന്നുണ്ട്, അതിന്റെ വാല്യൂ എത്രയാണ്, 50,000 ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ 10,000 ആണ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ റെന്റ് കൊടുത്തിട്ടുണ്ട്, റെന്റിന്റെ വാല്യൂ 60,000 ആണ്. സോ 60,000 നമ്മൾ എഴുതി. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഡ്രൈവേഴ്സ് വേജസ്. പക്ഷെ അത് നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, മന്ത്ലി ആണ് പറഞ്ഞിരിക്കുന്നത്. 20,000 ആണ് പെർ മന്ത് എന്നാണ് പറയുന്നത്. ആനുവലി എന്ന് പറയുമ്പോഴത്തേക്കും into 12 ചെയ്തിട്ട് ഉള്ള വാല്യൂ ആണ് നമ്മൾ എഴുതുക 2,40,000. സോ നമ്മൾ അത് എഴുതിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം അല്ലെ. അപ്പൊ എയിം കൊടുക്കാം, അങ്ങനെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജ്. അപ്പൊ എത്രയാണ് ടോട്ടൽ സ്റ്റാൻഡിങ് നമുക്ക് കിട്ടുന്നത്, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3,60,000 നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ്. അപ്പൊ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അതിനെ പെർ യൂണിറ്റിലേക്ക് ആക്കേണ്ടത്, നമുക്ക് ഒരു യൂണിറ്റിന് 1 കിലോമീറ്റർ ഓടുമ്പോൾ എത്ര സ്റ്റാൻഡിങ് ചാർജ് ആവുന്നുണ്ട്. അപ്പൊ 3,60,000 ഡിവൈഡ് ബൈ 6,000. അപ്പൊ എത്ര നമുക്ക് വാല്യൂ കിട്ടാം, 60. അപ്പൊ പെർ യൂണിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എഴുതുന്നത് എന്താണ്, ബി, മെയിൻ്റെനൻസ് അല്ലെങ്കിൽ സെമി വേരിയബിൾ. മെയിൻ്റെനൻസ് ചാർജ് ആയിട്ട് എന്താ പറയുന്നത്, ആകെ ഒരെണ്ണം പറയുന്നത് ടയറിന്റെ മെയിൻ്റെനൻസ്. സോ ടയറിന്റെ എന്തോ കൊടുത്തിട്ടുണ്ട്. സോ അപ്പൊ നമുക്ക് എഴുതാം. അപ്പൊ അതിന്റെ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 20 ആണ് പെർ യൂണിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ എന്തായാലും കണ്ടുപിടിക്കണമല്ലോ. 6,000 യൂണിറ്റ്സ് ആണ് വണ്ടിയുടെ മൈലേജ്. സോ അപ്പൊ നമുക്ക് 6,000 ഇൻറ്റു ചെയ്തിട്ട് അതിന്റെ പെർ യൂണിറ്റ് നമുക്ക് ഓൾറെഡി അറിയാം 20 ആണുള്ളത്. സോ അതിന്റെ ഇൻറ്റു ചെയ്തിട്ടുള്ള വാല്യൂ എത്രയാണ് നമുക്ക് നോക്കാം, 1,20,000. ഇനിയിപ്പോ ടോട്ടൽ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈസിയാണ്. സോ ടോട്ടൽ മെയിൻ്റെനൻസ്, അപ്പൊ അതിന് നമുക്ക് ബി എന്ന് കൊടുക്കാം. അത് എത്ര കിട്ടുന്നുണ്ട്, 1,20,000 നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനിയാണ് സി, ലാസ്റ്റത്ത് വരുന്നത്. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് വേരിയബിൾ കോസ്റ്റുകളാണ് വരുന്നത്. അതായത് ഓപ്പറേറ്റിംഗ് ചാർജസ് ആണ് നമുക്ക് വരിക. അവിടെ നമുക്ക് ആകെ വരുന്നത് എന്താ, പെട്രോളിന് ഡീസലിന് പൈസകൾ ഉണ്ടെങ്കിൽ അതൊക്കെ വരുന്നത് പെർ കിലോമീറ്റർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് ഓഫ് പെട്രോൾ കൊടുക്കാൻ. നമുക്ക് ആദ്യം $80 divided by 8 into 6,000. സോ അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത് നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ. ഇനി അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മളുടെ ആ ഒരു കോസ്റ്റ് ഓഫ് പെട്രോൾ അതിന്റെ കാര്യം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 80 ആണ് എന്താണ് പെർ ലിറ്ററിന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ പെർ ലിറ്റർ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പെട്രോളിന്റെ പൈസ പെർ കിലോമീറ്ററിനകത്തുള്ള പൈസ എത്രയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതേ ഇൻറ്റു ടോട്ടൽ മൈലേജ് വെച്ച് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് ടോട്ടൽ വാല്യൂ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് വേണം,
നമ്മുടെ ഈ ഒരു ഓപ്പറേഷൻ ചാർജസ് വേറെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണം. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഡിപ്രീസിയേഷൻ ഡയറക്റ്റ് തന്നിട്ടില്ല, പകരം ഡിപ്രീസിയേഷൻ ഉള്ള കുറച്ച് ക്ലൂകൾ തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 15 lakhs ആണ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആ ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ലൈഫ് എത്ര കിലോമീറ്റർ ആണ്? 1,50,000 കിലോമീറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ ഇൻറ്റു നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? മൈലേജിലാണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റില് ഈ ഒരു കോസ്റ്റിംഗ് ട്രാൻസ്പോർട്ട് കോസ്റ്റില് നമ്മൾ ഡിപ്രീസിയേഷൻ കാണുമ്പോൾ മൈലേജ് വെച്ചിട്ടാണ് ഇൻറ്റു ചെയ്യുന്നത്. ഈ ഒരു ആശയമാണ് നിങ്ങൾ ഓർക്കേണ്ടത് കേട്ടോ. മൈലേജ് വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷന്റെ ആ ഒരു വാല്യൂവിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യേണ്ടത്. ഇതാണ് നമ്മൾ സാധാരണ രീതിയിൽ ഡിപ്രീസിയേഷൻ കാണുന്നത്. കുറച്ച് വ്യത്യസ്തത ഇവിടെ മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മൾ മൈലേജ് വെച്ചിട്ട് ഇവിടെ ഇൻറ്റു ചെയ്യണം. സോ അപ്പൊ ഡിപ്രീസിയേഷന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുക? 15 lakhs ഇൻറ്റു 15 lakhs ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു എത്രയാണ് ചെയ്യേണ്ടത്? 6,000. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണെന്ന് നോക്കാം. സോ നമുക്ക് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 16,000 ആണ്. ഇനി നമുക്ക് ടോട്ടൽ വാല്യൂ കാണാം. ടോട്ടൽ ഓപ്പറേറ്റിംഗ് ചാർജസ് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1,20,000. അപ്പൊ പെർ യൂണിറ്റ് എത്ര വരും? 20 തന്നെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഇനി വരുന്ന ചാർജസ് നോക്കാം. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റെന്നോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റെന്നോ എന്ത് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. A പ്ലസ് ബി പ്ലസ് സി ഇത് മൂന്നിന്റെയും കൂടെ കോസ്റ്റുകൾ കൂട്ടിക്കഴിയുമ്പോൾ 2,40,000, 1,20,000, 1,00,000. നമുക്ക് എത്ര കിട്ടുന്നു? 6 lakhs കിട്ടും. പെർ യൂണിറ്റോ 6 lakh ഡിവൈഡഡ് ബൈ 6,000 ചെയ്യുമ്പോൾ 100. സോ നമുക്ക് എത്രയാണ് കോസ്റ്റ് പെർ കിലോമീറ്റർ വരുന്നത്? 100 ആണ്. ഇത്ര ഈസി ആണ് ഈ പ്രോബ്ലം. ഇതാണ് ഇതാണ് ബേസിക് ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഫോർമാറ്റ്. ഇതിന്റെ തന്നെ വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മെയിൻലി ചോദിച്ച് കാണാറുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ എല്ലാവരും നന്നായി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ബി യു, ബി യുണീക്ക്.